നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വാർത്ത ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഇപ്പോൾ പുറത്തേക്ക് വിടുന്നു. നിലവിലെ അൽ ഹിലാൽ കോച്ച് ഹോർഗെ ഹീസസുമായിട്ട് CBF ചർച്ചകൾ നടത്തുന്നു. അതെ, അദ്ദേഹത്തെ ബ്രസീലിൻ്റെ കോച്ചായി പരിഗണിക്കുന്നു. പക്ഷേ ഇത് പ്ലാൻ ബി ആണ് എന്നുകൂടി ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് CBFൻ്റെ പ്രഥമ പരിഗണന, മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് കാർലോ ആഞ്ചലോട്ടിയെ കോച്ചായി എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇനി കാർലോ ആഞ്ചലോട്ടി വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതിനൊരു പ്ലാൻ ബി എന്ന രൂപത്തിലാണ് ഇപ്പോൾ ഹോർഗെ ഹീസസിനെ അവർ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഈ വാർത്തയിൽ പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുള്ളത്, കാർലോ ആഞ്ചലോട്ടിക്ക് റയൽ മാഡ്രിഡിനെയും കൊണ്ട് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ബ്രസീലിയൻ കോച്ചായിട്ട് വരികയാണെങ്കിൽ തന്നെ ആ ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വരികയുള്ളൂ. ജൂൺ മാസത്തിലുള്ള ബ്രസീലിൻ്റെ മത്സരങ്ങൾക്ക് അദ്ദേഹത്തെ കോച്ചായിട്ട് കിട്ടില്ല. ഹോർഗെ ഹീസസിനും അൽ ഹിലാലുമായിട്ട് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിന് പോകാനുള്ളതാണ്. പക്ഷേ ഹോർഗെ ഹീസസ് ബ്രസീൽ വിളിക്കുകയാണെങ്കിൽ അതൊഴിവാക്കി നേരത്തെ ബ്രസീലിൻ്റെ കോച്ചാവാൻ വില്ലിങ് ആണ് എന്നുകൂടി റിപ്പോർട്ടിൽ പറഞ്ഞു. അതായത് ക്ലബ്ബ് വേൾഡ് കപ്പ് വേണ്ടെന്ന് വെച്ച് അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് വരാൻ തയ്യാറാവും എന്നുള്ളത് കൂടി ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ CBFൻ്റെ തലപ്പത്തിരിക്കുന്നവരിൽ എഡ്നാൾഡോ റോഡ്രിഗസിനെ ആഞ്ചലോട്ടിയെ കൊണ്ടുവരിക എന്നുള്ളതൊരു ഡ്രീമാണ്. എന്നാൽ മറ്റൊരു ഗ്രൂപ്പ്, CBF ലീഡർഷിപ്പിലെ മറ്റൊരു ഗ്രൂപ്പ് ഹോർഗെ ഹീസസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം വലിയ ഒരു നെഗോസിയേഷൻ ഇല്ലാതെ അദ്ദേഹത്തെ എത്തിക്കാൻ പറ്റും. ഈ വരുന്ന ക്ലബ്ബ് വേൾഡ് കപ്പ് വരെ മാത്രമേ അദ്ദേഹത്തിന് ഇപ്പോൾ അൽ ഹിലാലുമായിട്ട് ആ ഒരു കോൺട്രാക്റ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു നെഗോസിയേഷൻ ഇല്ലാതെ എത്തിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ബ്രസീലിയൻ ഫുട്ബോളിൽ നേരത്തെ പരിചയമുണ്ട്. അദ്ദേഹം ഫ്ലെമിംഗോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കൾച്ചറും ബ്രസീലിൻ്റെ സ്ട്രക്ചറും ഒക്കെ നല്ല ധാരണയുള്ള ആളാണ് പോർച്ചുഗീസുകാരനായിട്ടുള്ള ഹോർഗെ ഹീസസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എത്തിക്കുന്നതിൽ താല്പര്യമുള്ള കുറേ CBFലെ അധികൃതരുമുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കാർലോ ആഞ്ചലോട്ടി തന്നെയാണ് CBFൻ്റെ പ്രഥമ പരിഗണന. ഇനി അദ്ദേഹമല്ലെങ്കിൽ പിന്നെ ഹോർഗെ ഹീസസിന് ഒരു പ്ലാൻ ബി ആയിട്ട് അവർ കണ്ടുവച്ചിരിക്കുന്നു. ചർച്ചകൾ ആ കാര്യത്തിൽ ഒരു വശത്തുകൂടെ നീങ്ങിയിട്ടുണ്ട് എന്നുകൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.